ലക്ഷ്യം എന്ത് എന്ന് 67 അധ്യായത്തിലെ 2-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതെന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അപ്പോൾ സൽക്കർമ്മങ്ങൾ എന്താണ്? ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദൈവിക സഹായം തേടുക, അവന്റെ മുൻപിൽ മാത്രം ശിരസ് കുമ്പിടുക എന്നതാണ് ഏറ്റവും വലിയ സൽക്കർമ്മം. അവൻ നിയോഗിച്ച പ്രവാചകരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് സൽക്കർമ്മം. അന്ത്യദിനത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്നതാണ് സൽക്കർമ്മം. നിരപരാധികളെ വധിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, ചൂതാട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുക, സ്ത്രീകളെ സംബന്ധിച്ച് പരദൂഷണം പറയാതിരിക്കുക, സന്താനങ്ങളെ നേരായ രീതിയിൽ വളർത്തുക, മാതാപിതാക്കളോട് ചെയ്യുന്ന പോലും പറയാതിരിക്കുക, അവരോട് കാരുണ്യത്തോടുകൂടി പെരുമാറുക, അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കാതിരിക്കുക, ഇതെല്ലാമാണ് സൽക്കർമ്മങ്ങൾ. ഇത് മറ്റുള്ളവർ ചെയ്താൽ പോരാ, നാം തന്നെ ചെയ്യണം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 134-ാം വചനത്തിൽ അല്ലാഹു പറയുന്നില്ലേ, ലഹാ മാ കസബതു വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തതിന്റെ പ്രതിഫലം അവർക്കുണ്ട്, നിങ്ങൾ ചെയ്തതിന്റെ നിങ്ങൾക്കുണ്ട്, അവർ ചെയ്തതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന്. വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായത്തിലെ 38-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഒരാൾ മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടതില്ല എന്ന്. മറ്റു മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും, ഉദാഹരണത്തിന് ബൈബിളിൽ ആവർത്തന പുസ്തകത്തിൽ 24-ാം അധ്യായത്തിലെ 10-ാം വചനത്തിൽ പറയുന്നുണ്ട്, പിതാവിന്റെ തെറ്റിന് പുത്രനോ പുത്രന്റെ തെറ്റിന് പിതാവോ ശിക്ഷ അനുഭവിക്കേണ്ടതില്ല, നല്ലവന്റെ നന്മ അവനിലും തിന്മ പ്രവർത്തിക്കുന്നവന്റെ തിന്മ അവനിലുമാണ് എന്ന്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 1-2 വചനങ്ങളിൽ യേശു പഠിപ്പിക്കുന്നു, നീ വിധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നീ വിധിക്കപ്പെടും, നീ തൂക്കി നോക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നീ തൂക്കി നോക്കപ്പെടുമെന്ന്. ഭാഗവതം പറയുന്നുണ്ട്, അപ്രേത ലോകത്തിന് ഈശനായി വാഴുന്ന മൂപ്പർ പുകഴ്ന്നിടും നീതിമാനാം യമൻ, ചത്തിടും പ്രാണിവർഗങ്ങളെ സ്വന്തമാം വൃത്യരെ കൊണ്ടു പിടിപ്പിച്ച് സത്വരം തന്മുൻപിലാക്കിയ കർമ്മബലങ്ങൾ താൻ നന്മയും തിന്മയും നോക്കി വേണ്ടും വിധം ഒത്ത ദണ്ഡങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങനെ യമധർമ്മ രാജ്യം ജയിക്കുന്നു നാരദ. നന്മക്കനുസൃതമായ പ്രതിഫലം, തിന്മക്കനുസൃതമായ ശിക്ഷ. ദൗർഭാഗ്യവശാൽ വലിയൊരു വിഭാഗം ആളുകൾ ദൈവപുത്രന്റെ ക്രൂശീകരണത്തിലേക്കും അതുപോലെ പുനർജന്മ സിദ്ധാന്തത്തിലേക്കും വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. ഏതാണെങ്കിലും മതഗ്രന്ഥങ്ങൾ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും നിങ്ങൾക്ക് ലഭിക്കുമെന്നും. അവിടെയും നമുക്ക് സംശയമാണ്, എങ്ങനെയാണ് രഹസ്യമായി നാം ചെയ്ത കാര്യങ്ങൾ അള്ളാഹുവിന് കാണുവാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് രഹസ്യമായി നാം പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന് കേൾക്കുവാൻ സാധിക്കുന്നത്? പഴയ ആളുകൾക്ക് ഇത്തരത്തിലുള്ള വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒരാൾ ഒട്ടകത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായത്തിൽ 7-8 വചനങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫിഅ. അല്ലാഹുവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും, അത് തടയാൻ ആരുമില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. എന്റെ കൺമുൻപിൽ സ്വർഗവും നരകവും നിരന്തരം പ്രദർശിപ്പിച്ചാൽ പോലും ഞാൻ ഇന്ന് ജീവിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ജീവിക്കുകയില്ല. കേട്ട ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്ന്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിരന്തരം സ്വർഗവും നരകവും എന്റെ കൺമുൻപിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. പഴയ ആളുകളെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ആധുനിക മനുഷ്യനാണ്. മാല മോഷ്ടിച്ച മോഷ്ടാവ് തൊണ്ടി സാധനം പിടിക്കുമെന്ന് കണ്ടപ്പോൾ അത് നശിപ്പിക്കാനായിട്ട് വിഴുങ്ങുകയാണ്, രക്ഷപ്പെടാനായിട്ട്. എന്നാൽ അയാളുടെ വയർ എക്സ്റേക്ക് വിധേയമാക്കി തൊണ്ടി സാധനം കണ്ടെത്തി അയാളെ ശിക്ഷിച്ച സംഭവത്തെ സംബന്ധിച്ചറിയാവുന്ന ആധുനിക മനുഷ്യന് വിമാനത്താവളങ്ങളിൽ സ്ഫോടക വസ്തുക്കളും ലഹരി പദാർത്ഥങ്ങളുമായി പോകുന്നവരെ സ്കാനിംഗ് യന്ത്രങ്ങളിലൂടെ പിടികൂടി ശിക്ഷിക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ചറിയാവുന്ന ആധുനിക മനുഷ്യൻ എങ്ങനെയാണ് യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സുഖറതി ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എന്റെ പൊന്നു മോനെ, അതൊരു ധാന്യമണിയുടെ അത്രയുള്ളതാണെങ്കിലും അത് ആകാശത്തിലോ ഭൂമിയിലോ പാറക്കുള്ളിലോ ഒളിപ്പിച്ചു വെച്ചാലും നാം പുറത്തു കൊണ്ടുവരും എന്ന 31-ാം അധ്യായത്തിലെ 16-ാം വചനത്തെ പരിഹസിച്ച് തള്ളുവാൻ സാധിക്കുന്നത്? കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ബോംബെയിലെ പ്രസിദ്ധനായ ഒരു നടൻ ഒരു നടിയെ ഭീഷണിപ്പെടുത്തി, ടെലഫോണിൽ ഭീഷണിപ്പെടുത്തിയത് പോലീസുകാർ ചോർത്തി പത്രങ്ങളിൽ കൊടുത്തത് ഒട്ടേറെ കോളിളക്കം സൃഷ്ടിച്ചില്ലേ? നാം നടത്തുന്ന ടെലഫോൺ കോളുകളും അയക്കുന്ന ഇമെയിലുകളും ഭരണകൂടങ്ങൾ ചോർത്തുന്നു എന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അറിയുന്ന ആധുനിക മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹു എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഖുർആന്റെ പ്രഖ്യാപനത്തെ പരിഹസിക്കുവാൻ സാധിക്കുന്നത്? ലോകത്തിലെ ഏത് വിഷയത്തെ സംബന്ധിച്ച് അറിയണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ബട്ടൺ അമർത്തിയാൽ ഇന്റർനെറ്റിലൂടെ ലഭിക്കുന്ന ആധുനിക സംവിധാനത്തെ സംബന്ധിച്ച് അറിയാവുന്ന
ആധുനിക മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹു എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ഖുർആന്റെ പ്രഖ്യാപനത്തെ കളിതമാശയെ ഗണിക്കാൻ സാധിക്കുന്നത്? ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന കാര്യവിവരങ്ങൾ ചെറിയ കമ്പ്യൂട്ടർ ചിപ്പുകളിൽ രേഖപ്പെടുത്തുവാനും സൂക്ഷിക്കുവാനും കഴിയുന്ന പെൻഡ്രൈവിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മലക്കുകൾ നമ്മുടെ പ്രവർത്തികൾ രേഖപ്പെടുത്തുന്നു എന്ന ഖുർആന്റെ പ്രഖ്യാപനത്തെ തള്ളിക്കളയുവാൻ സാധിക്കുന്നത്? ഇന്ന് നാം ഭൂമിയിൽ നിന്നും കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കാറുണ്ട്. ഭൂമിയിൽ നിന്നും ലക്ഷക്കണക്കിന് മൈലുകൾ അകലെ അത് സ്ഥിതി ചെയ്യുന്നു. അതിൽ ഘടിപ്പിച്ച റിമോട്ട് കൺട്രോൾ ക്യാമറയിൽ നിന്നും ചിത്രങ്ങൾ ഭൂമിയിലേക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഭൂമിയിൽ നിന്നും ഒരു കൃത്രിമ ഉപഗ്രഹം നാം ലക്ഷക്കണക്കിന് മൈലുകൾ അകലെ പ്രപഞ്ചത്തിലേക്ക് അയക്കും. അത് ശൂന്യാകാശത്ത് സ്ഥിതി ചെയ്യുന്നു. അതിൽ ഘടിപ്പിച്ചിട്ടുള്ള റിമോട്ട് കൺട്രോൾ ക്യാമറ അവിടെ നിന്നും ലക്ഷക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഒരു ഗ്രഹത്തിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു. അവിടെ കുറച്ച് ജീവികളുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതിലൊരു ജീവി ചുറ്റും നോക്കുന്നു, മറ്റൊരു ജീവിയുമുണ്ട്. ആരുമില്ല, ക്രൂരമായിട്ട് വധിക്കുകയാണ്. ഈ പ്രവൃത്തി അവിടെ നിന്നും ലക്ഷക്കണക്കിന് മൈലുകൾ അകലെ ശൂന്യാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ നിന്ന് അയച്ചിട്ടുള്ള കൃത്രിമ ഉപഗ്രഹം അത് പിടിച്ചെടുക്കുകയും അത് അവിടെ നിന്നും ലക്ഷക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഭൂമിയിലേക്ക് ടെലികാസ്റ്റ് ചെയ്യുകയും ഭൂമിയിലിരുന്ന് കുറച്ച് മനുഷ്യർ കാണുകയും ചെയ്യുന്നു. ഒന്ന് സങ്കല്പിക്കുക, ഇതൊരു യാഥാർത്ഥ്യമാകില്ലേ? ഇത് മനുഷ്യന് സാധിക്കാമെങ്കിൽ അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയാണ് പരിഹസിക്കാൻ സാധിക്കുക? ഇന്റർനെറ്റിൽ ഗൂഗിൾ എർത്ത് സെർച്ച് ഉണ്ട്. ഭൂമിയുടെ നിങ്ങളുടെ വീട് കാണണമെങ്കിൽ അതിലൂടെ കാണുവാൻ സാധിക്കും. ഇന്ന് അമേരിക്കയുടെയും മറ്റും കയ്യിൽ കോൺക്രീറ്റ് പാളികളെ പോലും തുളച്ച് അകത്ത് കടത്തിയിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാനുള്ള ക്യാമറകളുണ്ട്. വീടിന്റെ ഉള്ളിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിഗതികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് മനുഷ്യന് സാധിക്കാമെങ്കിൽ അള്ളാഹുവിന് സാധിക്കില്ല എന്നെങ്ങനെയാണ് പറയുവാൻ സാധിക്കുന്നത്? അതുപോലെ ലൈ ഡിറ്റക്ടിംഗ്, നുണ കണ്ടുപിടിക്കാനുള്ള യന്ത്രങ്ങളുണ്ട്. എത്രമാത്രം അത് പ്രാവർത്തികമാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു ഗവേഷണം നടക്കുകയാണ്. അതായത് മനുഷ്യ മസ്തിഷ്കം, ക്രിമിനൽസിന്റെ മസ്തിഷ്കം സ്കാനിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് അവരുടെ പ്ലാനിങ്ങുകളെ സംബന്ധിച്ച് അറിയാൻ സാധിക്കുമോ എന്ന ഗവേഷണങ്ങൾ നടക്കുകയാണ്. മനുഷ്യ മനസ്സുകൾ അള്ളാഹുവിന് അറിയാമെന്നത് എങ്ങനെയാണ് നമുക്ക് പരിഹസിക്കാൻ സാധിക്കുന്നത്? അതുപോലെ തന്നെ ഒരു ട്രാഫിക് സിഗ്നൽ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഡ്രൈവറെ അടുത്ത ജംഗ്ഷനിൽ വെച്ച് പോലീസുകാരൻ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചിട്ടില്ല എന്ന് ഡ്രൈവർ കളവ് പറയുകയും എന്നാൽ അയാൾ ലംഘിക്കുന്നത് അയാൾ അറിയാതെ വീഡിയോയിൽ പകർത്തി അയാളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് അയാളെ ശിക്ഷിച്ച സംഭവത്തെ സംബന്ധിച്ച് അറിയാവുന്ന മനുഷ്യന് വിവാഹ സദസ്സിൽ വെച്ച് മാല മോഷ്ടിച്ച മോഷ്ടാവിന് വിവാഹത്തിന്റെ വീഡിയോ പ്രദർശനത്തിലൂടെ പിടികൂടി അയാളെ ശിക്ഷിച്ച സംഭവത്തെ സംബന്ധിച്ച് അറിയാവുന്ന ആധുനിക മനുഷ്യന് നാം ചെയ്യുന്ന പ്രവർത്തികൾ ഭാവിയിൽ അള്ളാഹു നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിക്കും എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് പരിഹസിക്കുവാൻ സാധിക്കുന്നത്? അമേരിക്കയിൽ നിന്ന് വന്നൊരു വനിത എന്നോട് പറയുകയുണ്ട്, അവരുടെ മകൻ സുപ്രസിദ്ധമായ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ നിയമ വിദ്യാർത്ഥിയായിരിക്കെ ഇസ്ലാമിക നിയമങ്ങളെ സംബന്ധിച്ച് ഇത്തിരി വിമർശിച്ച് സംസാരിച്ചപ്പോൾ ഈ മാതാവ് മകനോട് ചോദിച്ചു, സാധാരണ നമ്മെ രക്ഷിക്കാനായിട്ട് നാം കളവ് പറയും, മറ്റുള്ളവർ ശിക്ഷിക്കപ്പെടാനും കളവ് പറയും. എന്നാൽ ഖുർആൻ പറയുന്നതല്ല. ഒരു വ്യക്തി ചെയ്ത പ്രവർത്തികൾ ആ പ്രവൃത്തി ചെയ്ത അവയവങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവനെ ബോധ്യപ്പെടുത്തി ശിക്ഷിക്കുന്ന ഇസ്ലാമിന്റെ നീതിബോധത്തിന്റെ അടുത്തെങ്കിലും നിങ്ങളുടെ നിയമങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അന്താളിച്ചു പോയി ഈ കുട്ടി ഒന്നും സംസാരിക്കാതെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു അനുഭവം ആ മാതാവ് എന്നോട് പറയുകയുണ്ടായി. ഇത് അള്ളാഹുവാണ് പറയുന്നത്. ഒരാത്മാവിനോടും അള്ളാഹു അനീതി ചെയ്യില്ല. നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കുമെന്ന് 40 വയസ്സ് വരെ ശാസ്ത്രത്തെ സംബന്ധിച്ച്